A home story begins its elevation. When the elevation looks beautiful, rest of the home follows. Faz Mansion, located in Calicut. ഈ ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഓൾറെഡി ഒരു വീട് ഉണ്ടായിരുന്നു. ആ വീടിനെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ വീട് കണ്ടു, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ കേട്ടു. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും ഓൾറെഡി ഉള്ള വീടും തമ്മിലൊരു മാച്ച് ആവാതെ വന്നപ്പോഴാണ് എന്തുകൊണ്ട് പുതിയൊരു പ്ലാനിലേക്ക് ചിന്തിച്ചുകൂടാ എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെ നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഇരുന്നു, ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞു, ക്ലയൻറ്റിൻ്റെ ഫാമിലിയായിട്ടിരുന്നു, എന്തൊക്കെയാണ് പുതിയ പ്ലാനിലേക്ക് ആഡ് ആക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്തു. അങ്ങനെ നമ്മളൊരു പുതിയ കാലത്തേക്കുള്ള എല്ലാ രീതിയിലുള്ള ആവശ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്തു, അത് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അത് അപ്രൂവൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൽ കണ്ടംപററി എലിവേഷനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഔട്ട്ഡേറ്റഡ് ആവാത്ത രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എലിവേഷൻ്റെ ഭംഗി കൂടുതലായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള മിനിമൽ ലാൻഡ്സ്കേപ്പിൽ നമ്മളൊരു ഗസിബോവും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഈവനിങ് സമയത്തൊക്കെ ക്ലയൻറ്റിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് വീടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരിടം. വെൻ കംസ് ടു ദ ഇൻറ്റീരിയർ പാർട്ട്, ഒരു ലക്ഷറി കണ്ടംപററി തീമാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു മെയിൻ ഡോറ് കയറി വരുന്ന സമയത്ത് ഒരു ഗ്രാൻഡ് ഹാള് വേണമെന്നുള്ളത്. അത്തരത്തിൽ ഒരു ഗ്രാൻഡ് ഹാള് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹാളിൽ നിന്നും ലിവിങ് സ്പേസ്, ഡൈനിങ്, പ്രെയർ റൂം, ഫാമിലി ലിവിങ് എന്നിങ്ങനെ എല്ലാ ഏരിയയിലേക്കും ഒരേപോലെ പാസ്സാവാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്രാൻഡ് ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിലൊന്നായിരുന്നു പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഇൻസൈഡിലായിട്ട് ഒരു ഓഫീസ് സ്പേസ് എന്നുള്ളത്. അത് നമ്മൾ വീടിൻ്റെ ഹാളിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൽ 5 ബെഡ്റൂംസുകളാണ് വരുന്നത്. ആ 5 ബെഡ്റൂംസുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ബെഡ്റൂംസുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൽ ക്ലയൻറ്റുമായിട്ടുള്ള കൂടുതൽ ഇൻട്രാക്ഷൻസ് ഈ ഒരു പ്രൊജക്റ്റിനെ, ഇതിൻ്റെ ഡിസൈനെയും എൻഹാൻസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള ക്ലയൻറ്റിൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ടിരുന്നു, അവരെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു, അത് ഡിസൈൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ക്ലയൻറ്റ് തന്നിട്ടുള്ളൊരു ഫ്രീഡം, അതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രൂപം.